സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. SSCRT 10th സ്റ്റാൻഡേർഡിൽ സോഷ്യൽ സയൻസിൽ 4ാമത്തെ ചാപ്റ്ററാണ് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്നത്. അപ്പോൾ ആ ഒരു അധ്യായത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പഠിച്ചിട്ടുള്ളവർ ഒരു ക്വിക്ക് റിവിഷനായിട്ട് ചെയ്യുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏകദേശം എത്ര ശതമാനമാണ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏകദേശം എത്ര ശതമാനമാണ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നത്? 63%. 63% ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. പ്ലാസി യുദ്ധം നടന്ന വർഷം. പ്ലാസി യുദ്ധം നടന്നത് 1757-ലാണ്. 1757-ലാണ് പ്ലാസി യുദ്ധം നടന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ: ബംഗാൾ, ബീഹാർ, ഒറീസ. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ബംഗാൾ, ബീഹാർ, ഒറീസ. റയട്ട് വാരി വ്യവസ്ഥ നടപ്പാക്കിയ പ്രദേശം ഏതാണ്? റയട്ട് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ്. റയട്ട് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ. മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ. അപ്പം ഭൂനികുതി വ്യവസ്ഥകൾ 3ആയിട്ടായിരുന്നു: ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റയട്ട് വാരി വ്യവസ്ഥ, അതുപോലെ മഹൽവാരി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലായിട്ടാണ്. അതുപോലെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഈ പോയിന്റ്സ് അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഏതെങ്കിലും തരത്തിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർ ആയിരുന്നു. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ ആരായിരുന്നു? സെമീന്ദാർ ആയിരുന്നു. സെമീന്ദാർമാർ ഭൂവുടമകളായതോടെ യഥാർത്ഥ കർഷകർ ആരായിട്ട് മാറി? കുടിയാന്മാരായിട്ട് മാറി. വിളവിന്റെ 60% വരെ കർഷകർ നികുതി നൽകണമായിരുന്നു. വിളവ് മോശമായാലും നികുതി നൽകണമായിരുന്നു. നിശ്ചിത തീയതികളിൽ നികുതി പണമായിട്ട് തന്നെ നൽകണമായിരുന്നു. മുൻകാലങ്ങളിൽ ഉൽപ്പന്നങ്ങളായിട്ടാണ് കർഷകർ നികുതി നൽകിയിരുന്നത്. പക്ഷേ ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പ്രകാരം എന്തായിരുന്നു? പണമായിട്ട് തന്നെ നികുതി നൽകണമായിരുന്നു. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലിസ് പ്രഭുവാണ് ഈ നയം നടപ്പിലാക്കിയത്. കോൺവാലിസ് പ്രഭു. ഈ പോയിന്റും ഓർത്തു വയ്ക്കാം. ഇനി അടുത്ത ചോദ്യം: ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് ആരായിരുന്നു? സെമീന്ദാർമാരായിരുന്നു. നമ്മളിപ്പോൾ നോക്കി. മഹൽവാരി വ്യവസ്ഥയിലെ നികുതി പിരിച്ചെടുത്തത് ആരായിരുന്നു? ഗ്രാമത്തലവന്മാരായിരുന്നു. മഹൽവാരി വ്യവസ്ഥയിൽ നികുതി പിടിച്ചെടുത്തിരുന്നത്. ബംഗാളിൽ കർഷകർ സംഘടിച്ച നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ബംഗാളിൽ കർഷകർ സംഘടിച്ച നീലം കൃഷി ഉപേക്ഷിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചത് 1859-ലാണ്. 1859-ലാണ്. മാപ്പിള കലാപകാലത്ത് അന്നത്തെ കലാപകാരികൾ കൊലപ്പെടുത്തിയ മലബാറിലെ മജിസ്ട്രേറ്റ്. മാപ്പിള കലാപകാലത്ത് അന്നത്തെ കലാപകാരികൾ കൊലപ്പെടുത്തിയ മലബാറിലെ മജിസ്ട്രേറ്റ് കനോലിയാണ്. കനോലി. മാപ്പിള കലാപ സമയത്ത് കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ച പ്രത്യേക പോലീസ് സേന ഏതായിരുന്നു? മാപ്പിള കലാപ സമയത്ത് കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് രൂപീകരിച്ച പ്രത്യേക പോലീസ് സേനയാണ് മലബാർ സ്പെഷ്യൽ പോലീസ്. മലബാർ സ്പെഷ്യൽ പോലീസ്. എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മാപ്പിള കലാപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മാപ്പിള കലാപകാലത്ത് കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് രൂപീകരിച്ച പ്രത്യേക പോലീസ് സേനയാണ് മലബാർ സ്പെഷ്യൽ പോലീസ്. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ
ജനിച്ചു വളർന്ന ഗോത്ര ജനത ആരാണ്? സാന്താൾമാരാണ്. സാന്താൾമാർ എവിടെയാണ്? ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായിട്ട് പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകൾ. ഈ രാജ്മഹൽ കുന്നുകൾ എന്ന പേര് ഓർത്തു വയ്ക്കണം. കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനതയാണ് സാന്താൾമാർ. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരാണ്? സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധു, കാനു എന്നിവരാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത്. സാന്താൾ കലാപം നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? സിദ്ധു, കാനു എന്നിവർ. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കാനുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്? 2002 ആണ്. 2002. സ്റ്റാമ്പിന്റെ പിക്ചർ ഇവിടെ നമ്മൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കാനുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയ സ്റ്റാമ്പ് 4 രൂപ സ്റ്റാമ്പ് 2002. സിദ്ധു മുർമു, കാനു മുർമു. അടുത്ത ചോദ്യം, കുറിച്യ കലാപം നടന്ന വർഷം ഏതാണ്? കുറിച്യ കലാപം നടന്നത് 1812 1812 കുറിച്യ കലാപം നടന്നത്. ഇനി കുറിച്യ കലാപത്തിന്റെ കാരണങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുണ്ട്. കുറിച്യ കലാപത്തിന്റെ കാരണം: ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായിട്ട് അടയ്ക്കുവാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഇതെല്ലാമായിരുന്നു കുറിച്യ കലാപത്തിന്റെ കാരണമായത്. എന്താണ്? അമിത നികുതി ചുമത്തി, അതുപോലെ തന്നെ നികുതി പണമായിട്ട് തന്നെ അടയ്ക്കാനായിട്ട് നിർബന്ധിച്ചു, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഈ കാരണങ്ങളാണ് കുറിച്യ കലാപത്തിലേക്ക് നയിച്ചത്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. രാമനമ്പിയാണ് കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. കുറിച്യ കലാപത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ്? എന്താണ്? ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. കുറിച്യ കലാപത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് TH ബേബർ ആണ്. TH ബേബർ, പേര് ഓർത്തു വയ്ക്കുക, TH ബേബർ. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം: ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്നത് 1857 1857 ശിപ്പായി ലഹള എന്നറിയപ്പെടുന്നതും ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? മീററ്റിലാണ്. മീററ്റിലെ ശിപ്പായിമാരാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ചത്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനാണ്. ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസിയിൽ ആരാണ്? റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി. ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ് ലക്നൌവിൽ നേതൃത്വം നൽകിയത്. ബീഗം ഹസ്രത്ത് മഹൽ. കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബും താത്തിയ തോപ്പിയുമാണ്. നാനാ സാഹിബ്, താത്തിയ തോപ്പി. ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ്. മൗലവി അഹമ്മദുള്ള. ഒന്നും കൂടി നോക്കാം. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂരിൽ നാനാ സാഹിബും താത്തിയ തോപ്പിയുമാണ്. ഫൈസാബാദിലാണ് മൗലവി അഹമ്മദുള്ള നേതൃത്വം നൽകിയത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 1885. 1885 ഡിസംബറിൽ ബോംബെയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാണ്? 72 പ്രതിനിധികളാണ്. ഡിസംബറിൽ എവിടെ വെച്ചാണ് നടന്നത്? ബോംബെയിൽ വെച്ചിട്ടാണ് നടന്നത്.
1885 ഡിസംബറിൽ ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതി വിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ആരാണ്? ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതി വിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി. ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ്. പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം ആരുടേതാണ്? പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം ദാദാഭായ് നവറോജിയുടേതാണ്. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാര്യങ്ങളെക്കുറിച്ച് ചോർച്ച സിദ്ധാന്തം എന്നറിയപ്പെടുന്ന തൻ്റെ നിഗമനങ്ങളെക്കുറിച്ച് ദാദാഭായ് നവറോജി പ്രതിപാദിച്ച പുസ്തകം ഏതാണ്? പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെക്കുറിച്ച്, അതായത് ചോർച്ച സിദ്ധാന്തം എന്നറിയപ്പെടുന്ന തൻ്റെ നിഗമനങ്ങളെക്കുറിച്ച് ദാദാഭായ് നവറോജി പ്രതിപാദിച്ചത്. പുസ്തകത്തിൻ്റെ പേര് പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അടുത്തത്, ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നത് ഏതൊക്കെ രീതിയിലായിരുന്നു? ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം, ഇന്ത്യയിൽ നിന്നും പിരിച്ചെടുക്കുന്ന നികുതി എന്നിങ്ങനെയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് അറിയപ്പെടുന്നത്. കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തിയ വർഷം. കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തിയത് ഏത് വർഷമാണ്? 1905 ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ്? കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തിയ വർഷം 1905. ലാൽ പാൽ ബാൽ എന്നറിയപ്പെട്ടവർ ആരൊക്കെയാണ്? ലാൽ പാൽ ബാൽ എന്നറിയപ്പെട്ടത് ബാലഗംഗാധര തിലക്, ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവരാണ് ലാൽ പാൽ ബാൽ എന്ന് അറിയപ്പെട്ടത്. ബാലഗംഗാധര തിലക്, ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവരാണ് ലാൽ പാൽ ബാൽ എന്ന് അറിയപ്പെട്ടത്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ബാലഗംഗാധര തിലകാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും, ഇങ്ങനെ പ്രഖ്യാപിച്ചത് ആരാണ്? സ്വാതന്ത്ര്യം തൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും, ഇങ്ങനെ പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലക്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് വി.ഒ. ചിദംബരം പിള്ളയാണ്. 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ പേര് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചതും വി.ഒ. ചിദംബരം പിള്ളയാണ്. നമ്മൾ ഇന്ത്യയിൽ നടന്ന കലാപങ്ങളെക്കുറിച്ച് പറഞ്ഞു, സാന്താൾ കലാപത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇന്ത്യയിൽ നടന്ന മറ്റു പ്രധാനപ്പെട്ട കലാപങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. പഹാരിയ കലാപം, ഭീൽ കലാപം, കോൾ കലാപം, മുണ്ട കലാപം, ഗാസി കലാപം എന്നിവയെല്ലാം ഇന്ത്യയിൽ നടന്ന മറ്റു പ്രധാനപ്പെട്ട കലാപങ്ങളാണ്. ഏതൊക്കെയാണ്? പഹാരിയ കലാപം, ഭീൽ കലാപം, കോൾ കലാപം, മുണ്ട കലാപം, ഗാസി കലാപം. അടുത്തൊരു പോയിന്റ്, ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇതാരുടെ വാക്കുകളാണ്? വില്യം ബെൻഡിക് പ്രഭുവിൻ്റെതാണ്. വില്യം ബെൻഡിക് പ്രഭു എന്താണ്? ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല, പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്ന് ആരുടെ വാക്കുകളാണ്? വില്യം ബെൻഡിക് പ്രഭുവിൻ്റെ വാക്കുകളാണ്. 1857 കലാപത്തെക്കുറിച്ച് ഇവിടെ തന്നിരിക്കുന്നതൊന്ന് വായിക്കാം. 1857 മെയ് 11 പുലർക്കാലം വലിയൊരു ആരവം കേട്ടാണ് ഡൽഹിയിലെ ജനങ്ങൾ ഉണർന്നത്. മീററ്റിൽ നിന്നും യമുന നദി കടന്ന് ആയുധങ്ങളുമായി ആയിരക്കണക്കിന് കലാപകാരികൾ ഡൽഹിയിലെത്തുകയാണ്. അവരിൽ ശിപ്പായിമാർ എന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരായ പട്ടാളക്കാരും സാധാരണക്കാരും ഉണ്ടായിരുന്നു.
തലേന്ന് രാത്രി മീററ്റിൽ അവർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുകയും ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾക്ക് തീയിടുകയും ചെയ്തു. ഈ ഒരു പോയിന്റ് നോക്കി വെക്കുക. ഡൽഹിയിലെത്തിയ കലാപകാരികൾ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഡൽഹിയിലെത്തിയ കലാപകാരികൾ ആരെയാണ് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത്? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. ബഹദൂർ ഷാ രണ്ടാമൻ. അധികം താമസിയാതെ കലാപം ഉത്തരേന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. അടുത്തതായിട്ട് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. കോളം എയിലുള്ളവയ്ക്ക് യോജിക്കുന്നവ കോളം ബിയിൽ നിന്നും കണ്ടെത്തി എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. എയിൽ തന്നിരിക്കുന്നത് സാന്താൾ കലാപം, മാപ്പിള കലാപങ്ങൾ, കുറിച്യ കലാപം, ചോർച്ച സിദ്ധാന്തം എന്നിവയാണ്. കോളം ബിയിൽ മലബാർ ദാദാഭായ് നവറോജി, രാജ്മഹൽ കുന്നുകൾ, വയനാട്. സാന്താൾ കലാപം ഏതാണ് വരുന്നത്? സാന്താൾ കലാപം രാജ്മഹൽ കുന്നുകളിലാണ് അല്ലെ, രാജ്മഹൽ കുന്നുകൾ. മാപ്പിള കലാപങ്ങളോ? മാപ്പിള കലാപങ്ങൾ മലബാറിലാണ്, മലബാർ. കുറിച്യ കലാപം വയനാട്. ചോർച്ച സിദ്ധാന്തം ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ദാദാഭായ് നവറോജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോർച്ച സിദ്ധാന്തം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാം തന്നെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്, പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്